നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്ന് വാർത്തകൾ ആരംഭിക്കുകയാണ്. ചൂടേറിയ വിവാദങ്ങൾക്കും തീപാറും പ്രചരണങ്ങൾക്കും ഒടുവിൽ സംസ്ഥാനത്തെ 7 ജില്ലകൾ, അതായത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള വോട്ടർമാരിന്ന് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. പ്രാദേശിക പ്രശ്നങ്ങൾക്കൊപ്പം വലിയ രാഷ്ട്രീയവാദങ്ങൾ കൂടി കണ്ടൊരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ എന്ത് വിധി എഴുതും, അവരുടെ മനസ്സിൽ എന്താണ്, അതറിയണമെങ്കിൽ മറ്റന്നാളത്തെ വിധിയെഴുത്തും കൂടി കഴിഞ്ഞ് 13-ാം തീയതി വരെ, ശനിയാഴ്ച വരെ കാത്തിരിക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ സമഗ്രമായി തന്നെ അമൃത ന്യൂസിലൂടെ കാണാം. എന്തായാലും നമുക്ക് ആദ്യം പ്രധാന വാർത്തകളൊന്ന് നോക്കിയിട്ട് വരാം. ഒന്നുകൂടി ഫസ്റ്റ് വോട്ടർ ആയിരിക്കണം എന്ന് വിചാരിച്ചു. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് അല്പസമയത്തിനകം. വിധി എഴുതുന്നത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലെ വോട്ടർമാർ. ജനവിധി തേടി 36,630 സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് 3 വാർഡുകളിലെ വോട്ടെടുപ്പ് മാറ്റിവെച്ചു. തത്സമയ വിവരങ്ങളുമായി അമൃത ന്യൂസ്. രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചരണത്തിനായി ഇന്ന് സമാപനം. കൊട്ടിക്കലാശം ആഘോഷമാക്കാൻ മുന്നണികൾ. തൃശൂർ മുതൽ കാസർഗോഡ് വരെ മറ്റന്നാൾ വോട്ടെടുപ്പ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്ന കേരളത്തിന്റെ ഹർജി ഇന്ന് വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച്. SIRൽ നിന്ന് ലോക്സഭയിൽ ചർച്ച. വോട്ട് കൊള്ള ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. കേന്ദ്ര സർക്കാരിന്റെ മറുപടി നാളെ. വന്ദേമാതരത്തിൽ രാജ്യസഭയിൽ ഇന്ന് ചർച്ച. വിമാന സർവീസ് പ്രശ്നം പരിഹരിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് ഇൻഡിഗോ. പ്രതിസന്ധി മുൻകൂട്ടി കണ്ട് പരിഹരിക്കാനായില്ല എന്ന വിശദീകരണം. DGCയെ നിയോഗിച്ച സമിതി ഇൻഡിഗോ CEOയെ വീണ്ടും വിളിപ്പിച്ചേക്കും. TVK അധ്യക്ഷൻ വിജയ് പങ്കെടുക്കുന്ന പൊതുയോഗം ഇന്ന് പുതുശ്ശേരിയിൽ. പരിപാടിക്ക് കർശന നിയന്ത്രണം. ഉപ്പളം ഗ്രൗണ്ടിലേക്ക് 5000 പേർക്ക് മാത്രം പ്രവേശനം. റോഡ് ഷോയ്ക്ക് പോലീസ് അനുമതിയില്ല. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ആദ്യ 2020 മത്സരം ഇന്ന് ഘട്ടക്കിൽ വൈകിട്ട് 7 മണി മുതൽ. പരമ്പരയിൽ 5 മത്സരങ്ങൾ. പരിക്ക് ഭേദമായി ശുഭ്മാൻ ഗില്ലും ഹാർദിക് പാണ്ഡ്യയും ഇന്നിറങ്ങും. സഞ്ജുവിനെ കാത്ത ആരാധകർ. ഇന്ന് വോട്ടെടുപ്പ് ദിനമാണ്. വീറും വാശിയും നിറഞ്ഞ പ്രചരണത്തിനൊടുവിൽ സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 1-ാം ഘട്ട വോട്ടെടുപ്പ് തുടങ്ങുകയാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലാണ് ഇന്നിപ്പോൾ വോട്ടെടുപ്പ് നടക്കുന്നത്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. രാവിലെ 6 മണിക്കൊക്കെ തന്നെ മോക്പോളൊക്കെ ആരംഭിച്ചിരുന്നു. പ്രമുഖർ ഏറെക്കുറെ എല്ലാവരും പലയിടങ്ങളിലും ബൂത്തുകളിൽ എത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് എറണാകുളം പാമ്പാക്കുട, തിരുവനന്തപുരം വിഴിഞ്ഞം, മലപ്പുറം മൂത്തേടം എന്നിവിടങ്ങളിലെ ഓരോ വാർഡിൽ വോട്ടെടുപ്പ് മാറ്റിവെച്ചിട്ടുണ്ട്. പാമ്പാക്കുടയിലെ UDF സ്ഥാനാർത്ഥി CS ബാബുവാണ് ഇന്ന് മരിച്ചത്. തത്സമയ വിവരങ്ങളുമായി നമ്മുടെ എല്ലാ പ്രതിനിധികളും റെഡിയായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് അൺഫിലിഡ് ഡിസൂസ, രജിത് കുമാർ, കൊല്ലത്ത് നിന്ന് സുധീഷ്, ആലപ്പുഴയിൽ നിന്ന് അജയ്നാഥ, എറണാകുളത്ത് നിന്ന് ശ്രീജിത്ത് നായർ എന്നിവരൊക്കെ ചേരുകയാണ്. ആദ്യം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് അൺഫിലിഡ് ഡിസൂസയിലേക്ക് പോവുകയാണ്. അൺഫിലിഡ്, ഈ ഒരു വാർത്തയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കണ്ടിരുന്നു, ഈ സുരേഷ് ഗോപി രാവിലെ തന്നെ എത്തി ആദ്യത്തെ വോട്ടറാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം ശാസ്തമംഗലം സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരുന്നു. അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ? ശ്രീജ, വലിയ രീതിയിലുള്ള ഒരു ആവശ്യം തന്നെയാണ് നമുക്കിവിടെ പല ബൂത്തുകളിലും കാണാൻ കഴിയുന്നത്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയും 7 മണിക്കാണ് വോട്ടെടുപ്പ് ആരംഭിക്കുന്നതെങ്കിലും നമ്മൾ ഈ പല ബൂത്തുകളിലും 6:30 മുതൽ തന്നെയും പലരും വോട്ടർമാരൊക്കെ എത്തുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു. ഇപ്പോൾ ഈ 7 മണിക്ക് മുമ്പ് തന്നെ നീണ്ട നിര നമുക്ക് കാണാൻ കഴിയുന്നു. പ്രമുഖരൊക്കെ തന്നെയും പല ബൂത്തുകളിലും ഏറെക്കുറെ നേരത്തെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി പോകുന്നൊരു കാഴ്ച. ശാസ്തമംഗലത്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ശാസ്തമംഗലം ഗവൺമെന്റ് സ്കൂളിലെ ബൂത്തിൽ അദ്ദേഹം 6:30 മുമ്പ് തന്നെ എത്തിയിരുന്നു. കാരണം അദ്ദേഹത്തിന് നേരത്തെ തന്നെ പാർലമെന്റ് ഉണ്ടെന്നാണ്. അതുകൊണ്ട് ആദ്യമേ എത്തി വോട്ട് രേഖപ്പെടുത്തി എത്രയും വേഗം പോവുക. അതുകൊണ്ട് തന്നെ അദ്ദേഹം 6:30 മുമ്പ് തന്നെ ഇവിടെ എത്തിയിരുന്നു. ഇവിടെ എത്തി വോട്ട് ചെയ്യാനായി ക്യൂവിൽ വരിയിൽ നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാര്യയും ഒപ്പമാണ് വോട്ട് രേഖപ്പെടുത്താനായി ശാസ്തമംഗലം സ്കൂളിൽ അദ്ദേഹം എത്തിയത്. ഒപ്പം തന്നെയും ഈ പലയിടത്തും നേരത്തെ ഈ കടകംപള്ളി സുരേന്ദ്രൻ, മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ MLA, അദ്ദേഹം രാവിലെ 7 മണിക്ക് തന്നെ അദ്ദേഹത്തിന്റെ വാർഡിലെത്തി. ഈ പ്രമുഖ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ 7 മണി 7:30 തന്നെ എല്ലാവരും ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്നു. ഇവിടെ ശാസ്തമംഗലത്തിൽ
സ്ഥാനത്ത് ഈ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ശ്രീലേഖ DGP ശ്രീലേഖ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വാർഡ് കൂടിയാണ് ശാസ്തമംഗലം. ഇവിടെ ശ്രീലേഖ അല്പം മുമ്പാണ് ഇവിടെ എത്തിയത്. സ്ഥാനാർത്ഥികൾ ഒപ്പം തന്നെ LDF സ്ഥാനാർത്ഥിയായ അമൃത ഇവരൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ശ്രീലേഖയ്ക്ക് വോട്ട് ഇവിടെ അല്ല, അവർ കോട്ടഹിൽ സ്കൂളാണ് വോട്ടെങ്കിൽ പോലും വാർഡായതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ബൂത്തിൽ അവർ എത്തിയിരുന്നു. സ്ഥാനാർത്ഥിയായ LDF സ്ഥാനാർത്ഥി അമൃത ഇവിടെ എത്തിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോഴും ക്യൂവിൽ നിന്ന് വോട്ട് രേഖപ്പെടുത്താനായി അദ്ദേഹം എത്തുന്നു. അല്പസമയത്തിൽ തന്നെ വോട്ടെടുപ്പിന് ആരംഭിക്കുന്നു. എല്ലാ ബൂത്തുകളിലും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വലിയൊരു നിര ഈ ബൂത്തിൽ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതായത് പലരും തന്നെ രാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി പോകാനുള്ളൊരു കാഴ്ച കാണുന്നുണ്ട്. മാത്രമല്ല പൊതുവെ തിരുവനന്തപുരമാണെന്ന് നമുക്കറിയാം, തിരുവനന്തപുരം നഗരപ്രദേശങ്ങളിലൊക്കെ കാണാൻ കഴിയുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് പലരും ഈ രാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി എത്രയും വേഗം ആ കടമ നിർവഹിച്ചു പോവുക എന്നതാണ്. ഈ ശ്രീലേഖ ഇപ്പോഴും ഇവിടെ ഈ ബൂത്തിൽ തന്നെയുണ്ട്. കാരണം അവർ ഈ ഈ ബൂത്തിലൊക്കെ തന്നെ വലിയ നീണ്ട നിരാശ ഈ സ്ഥാനാർത്ഥികളും ഒപ്പം തന്നെ പ്രചാരണത്തിനായി ഇവിടെ എത്താൻ ഈ ബൂത്തിൽ കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്, നിയന്ത്രണങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും പാലിച്ചു മാത്രമേ ഇവിടെ പ്രചാരണങ്ങളൊന്നും തന്നെ 100 മീറ്റർ പരിധിയിലും 200 മീറ്റർ പരിധിയിലും ഒക്കെ തന്നെയും, അതായത് ഗ്രാമപ്രദേശങ്ങളിൽ 200 മീറ്റർ പരിധിയിലൊന്നും തന്നെയും പ്രചാരണം പാടില്ല എന്ന് കർശന നിർദ്ദേശമാണുള്ളത്. പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിലൊക്കെ 100 മീറ്റർ പരിധിയിൽ നിയന്ത്രണങ്ങൾ നിർദ്ദേശങ്ങളൊന്നും തന്നെ കൃത്യമായ പ്രചാരണങ്ങളൊന്നും പാടില്ല, സംവാദങ്ങളൊന്നും പാടില്ല, കൂട്ടി നിർത്താൻ പാടില്ല എന്ന കർശനമായ നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ഇവിടെ എല്ലാവരും തന്നെ, അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെയും ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിലും അവരൊക്കെയും ഒരു വോട്ട് അഭ്യർത്ഥന അത്തരത്തിലുള്ള നടപടികളിലേക്കൊന്നും അവർ കടക്കുന്നില്ല. ഇപ്പൊ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താനകത്തേക്ക് കയറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വലിയ രീതിയിലുള്ള ആൾക്കൂട്ടവും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന വിവരം തിരുവനന്തപുരത്ത് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെയും എല്ലായിടത്തും ഏറെക്കുറെ സമാനമായ ഒരു കാഴ്ചയാണ്. തിരുവനന്തപുരത്തെ വാർഡില് വിഴിഞ്ഞം വാർഡിൽ കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി അപകടത്തെ തുടർന്ന് മരിച്ചതിനെ തുടർന്ന് വിഴിഞ്ഞം വാർഡിലെ വോട്ടെടുപ്പ് മാറ്റിവെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെയും തിരുവനന്തപുരത്തെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഈ ശാസ്തമംഗലം വാർഡ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ സുരേഷ് ഗോപി വോട്ട് രേഖപ്പെടുത്താനായി അദ്ദേഹത്തേക്ക് കയറിയിരിക്കുകയാണ്. ആ കയറുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ശ്രീജ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ വോട്ട് ചെയ്യുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശാസ്തമംഗലം സ്കൂളിലാണ് അദ്ദേഹം എത്തി ഇപ്പോൾ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ. വിദ്യാർത്ഥിയായി ഞാൻ വന്നപ്പോൾ ആദ്യം ഇരുന്ന ക്ലാസ് മുറിയിൽ വെച്ചാണ് ഈ ഡിവിഷനിലേക്കുള്ള ആദ്യ വോട്ട് ചെയ്യാനുള്ള അവസരം എനിക്കുണ്ടായത്. ആ ഓർമ്മ ഞാൻ മാധ്യമ സുഹൃത്തുക്കളുമായി ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ്. സത്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ജനകീയ ഉത്സവമാണ്. കോർപ്പറേഷനിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കും പഞ്ചായത്തുകളിലേക്കും ത്രിതല പഞ്ചായത്ത് സമിതികളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് 10,000-കണക്കിന് സ്ഥാനാർത്ഥികൾ മത്സരത്തിൽ മാറ്റുരക്കുന്ന ജനകീയ ഉത്സവം, ലക്ഷക്കണക്കിന് ജനങ്ങൾ വോട്ട് ചെയ്യുന്ന മഹത്തായ ഒരു സംരംഭം. അതോടൊപ്പം തന്നെ നമുക്കെല്ലാവർക്കും അറിയാം ഏറ്റവും ശക്തമായ നിലയിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ നടന്നിട്ടുള്ള ഇലക്ഷൻ ക്യാമ്പയിൻ. അപ്പോൾ ശരിക്കും ജനാധിപത്യത്തിൻ്റെ ഉത്സവമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന, ജനകീയ ഉത്സവമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള മുനിസിപ്പൽ, കോർപ്പറേഷൻ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് വളരെ സുഗമമായി നടക്കുന്നു എന്നറിയുന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള അനുഭവമാണ്. ഇതര സംസ്ഥാനങ്ങളിലൊക്കെ മുനിസിപ്പാലിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച്, കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ചാണ്. കേരളത്തിലിത് മൂന്നും കൂടി ഒരുമിച്ച് ജനാധിപത്യത്തിൻ്റെ, പ്രത്യേകിച്ചും ബേസിക് ഡെമോക്രസി, ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് സത്യത്തിൽ പഞ്ചായത്ത്, മുനിസിപ്പൽ, കോർപ്പറേഷൻ. അവിടെയാണ് അധികാരവൽക്കരണം ഏറ്റവും ഫലപ്രദമായി നടക്കേണ്ടത്, ശാക്തീകരണം നടക്കേണ്ടത്. അതിനുതകുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ മുന്നോട്ട് പോകാൻ കഴിയണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്.
പ്രമുഖരെല്ലാവരും രാവിലെ തന്നെ എത്തി വോട്ടുകൾ രേഖപ്പെടുത്തുകയാണ്. NK പ്രേമചന്ദ്രൻ കൊല്ലത്ത് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു. തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുടുംബസമേതം എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അങ്ങനെ പ്രമുഖരെല്ലാവരും കാലത്ത് തന്നെ രാവിലെ തന്നെ വലിയൊരു നിര തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. വോട്ടെടുപ്പ് ആരംഭിക്കുമ്പോൾ തന്നെ പോളിംഗ് ബൂത്തുകളിൽ ആളുകളുടെ നീണ്ട നിര തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ജനങ്ങൾ വലിയ ആവേശത്തോടുകൂടി വോട്ട് ചെയ്യാൻ എത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ സുരേഷ് ഗോപി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മടങ്ങുന്ന ഒരു കാഴ്ച, ഒരു ദൃശ്യം ഒരു ബോക്സിൽ കൂടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. എല്ലാവരോടും അഭിപ്രായമൊക്കെ അറിഞ്ഞ ശേഷം അദ്ദേഹത്തിന് ഇന്ന് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ദിവസമാണ്, മറ്റെന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അതിരാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയൊരു ആവേശം, കാരണം അത്രത്തോളം വീറും വാശിയും നിറഞ്ഞൊരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. പ്രാദേശിക പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അതിനൊക്കെ പുറമേ വലിയ വലിയ രാഷ്ട്രീയ വിഷയങ്ങൾ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായി. അതുകൊണ്ട് തന്നെ ആളുകളുടെ ഒരു പങ്കാളിത്തം അത് ആർക്ക് ഗുണമാകും എന്നുള്ളതൊക്കെ നോക്കി കാണേണ്ടതായിട്ടുണ്ട്. നമുക്ക് മറ്റ് ജില്ലകളെ വിശേഷങ്ങളൊക്കെ ഇനി അറിയേണ്ടതായിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ പ്രതികരണം പറഞ്ഞു, അതിലേക്ക്. ലോക്സഭയിൽ താങ്കളുടെ ഒരു മാറ്റം വന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ എന്ത് സംഭവിക്കും? BJPയുടെ ഒരു പ്രതീക്ഷ ഉണ്ട്. തിലകം തിരുവനന്തപുരത്ത്, തൃശ്ശൂർ എടുക്കുക കഴിഞ്ഞുള്ള മറ്റൊരു തിലകമണിയും തിരുവനന്തപുരം. കോർപ്പറേഷൻ ഭരണം തന്നെ പിടിക്കും BJP ഉറപ്പായിട്ടും. ബാക്കി സ്ഥലങ്ങൾ എങ്ങനെയാണ്? എന്താണ് പ്രതീക്ഷ മൊത്തത്തിൽ കേരളത്തിൽ BJP? വലിയ തരത്തിലുള്ള വോട്ടിംഗ് മൈൻഡ് സെറ്റ് മാറ്റം വന്നിട്ടുണ്ട്. ഞങ്ങളുടെ സ്പെക്യുലേഷനും കാൽക്കുലേഷനും എല്ലാം അതിൽ തന്നെ. വികസനോന്മുഖമായ പ്രചരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇലക്ഷൻ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തതാണ്. പക്ഷേ ജനങ്ങൾക്ക് ആ നോട്ടം വന്നിരിക്കുന്നു. ആ നിലയ്ക്ക് ഉറപ്പായിട്ടും മോദി സർക്കാരിന്റെ രാജ്യമെമ്പാടുമുള്ള, ഇനി രാജ്യത്തിന് പുറത്തു തന്നെ ഭാരതത്തിന് ഇന്ന് ലഭിക്കുന്ന യശസ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ജനങ്ങളുടെ ഹൃദയത്തിലുണ്ട്. അതിന്റെ പ്രതിഫലനം ഉറപ്പായിട്ടും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലുണ്ടാകും. കാരണം അടിസ്ഥാനപരമായ വികസനത്തിന് വേണ്ടുന്ന ഒരു ഡിസൈൻ, അതിന്റെ ഇംപ്ലിമെന്റേഷൻ, അതൊന്ന് ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന NDA സഖ്യത്തിന്റെ ഭരണത്തിലൂടെ മാത്രമാണ് സാധ്യമാവുന്നതെന്ന ഒരു ചിത്രം, കൽപ്പന, സ്വപ്നം എല്ലാം ജനങ്ങളിലുണ്ട്. അത് സാക്ഷാത്കരിക്കപ്പെടുന്ന രീതിയിൽ കേരളം എന്ന് ഞാൻ എടുത്തു പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ കൊണ്ടാണ്. പക്ഷേ ആ രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് പുറത്തേക്ക് ജനങ്ങൾ രാഷ്ട്ര കാലാവസ്ഥയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്ക് എണ്ണമോ അല്ലെങ്കിൽ ഉറപ്പിച്ച്, നമ്മുടെ ആത്മവിശ്വാസമാണോ ആ ഉറപ്പാണ് പറയുന്നത്. പക്ഷെ ജനങ്ങൾ നിശ്ചയിക്കട്ടെ. കേവല ഭൂരിപക്ഷം ഉണ്ടാവും. എങ്ങനെയാണ് ഏറ്റവും തിരുവനന്തപുരം നഗരസഭയിൽ BJPക്ക് കേവല ഭൂരിപക്ഷം നേടാൻ സാധിക്കുമെന്നാണോ വിലയിരുത്തുന്നത്? കേവല ഭൂരിപക്ഷമാണോ നല്ല ഭൂരിപക്ഷമാണോ അത് ജനങ്ങളെന്ന് തീരുമാനിക്കും. ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. മോദിയെ കൊണ്ടുവരും, ഒളിമ്പിക്സ് കൊണ്ടുവരുമെന്നതൊക്കെ ഉള്ള. ഒളിമ്പിക്സ് കേരളത്തിലല്ല കൊണ്ടുവരുന്നത്. കേരളത്തിലേക്ക് ഒരു ഇവന്റ് കിട്ടിയാൽ മതി. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അത് അങ്ങനെയാണ് ഒളിമ്പിക്സ് എല്ലാ രാജ്യങ്ങളിലും നടക്കുന്നത്. അതൊക്കെ നടക്കുമോ? അത് ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ പറഞ്ഞത്? കേരളത്തിനൊരു സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ശ്രദ്ധയിലുണ്ടോ? കൊല്ലത്തെ സ്റ്റേഡിയം കിടക്കുന്ന കിടപ്പെന്താണ്? ഇവിടെ ഇന്നിപ്പോ അദ്ദേഹം തന്നെ നടത്തിയ ഒരു കോൺക്ലേവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നപ്പോ ഒരു സ്പോർട്സ് പേഴ്സൺ, ഒരു സീനിയർ അല്ല, എനിക്ക് തോന്നുന്നൊരു 32-35 വയസ്സുള്ള ഒരു വനിതയാണ് വന്നിരുന്ന് പറഞ്ഞത്, സ്പോർട്സ് ഓപ്പർച്യൂണിറ്റീസ് കേരളത്തിൽ ഇരുന്നുകൊണ്ടാണ് പറഞ്ഞത്, ലാക്കിങ്സ്. അപ്പൊ അതിൽ നിന്ന് സർജ് വരേണ്ടത് ഭരണതലത്തിൽ തന്നെയാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. ഒരു പൊളിറ്റിക്കൽ എക്സസൈസ് അവിടെ നടക്കുന്നതിന് ശേഷം ഉറപ്പായിട്ടും ട്രെയിനിങ്ങിനും പ്രാക്ടീസിനും അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഒരു മേഖലയിൽ ഇതേ രാഷ്ട്രീയക്കാർ, വികസനത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന രാഷ്ട്രീയക്കാർ
എന്തുകൊണ്ട് അടുത്ത അവകാശിക്ക് അടുത്ത ദിവസം അത് ഒഴിച്ചിട്ട് കൊടുക്കുന്നില്ല? പക്ഷെ രാജ്യത്തിന് ഒരു ഒളിമ്പിക്സ് രാജ്യത്തിന് പോലും കിട്ടിയിട്ടില്ല എന്നതൊരു പ്രശ്നമല്ലേ? അങ്ങനല്ലേ? ഇനി അങ്ങോട്ടുള്ള രാജ്യങ്ങൾക്ക് എത്ര പേർക്ക് കിട്ടി? അങ്ങനെയാണോ? ഫിഫ ആയാലും ഓരോ രാജ്യങ്ങളും അവരുടെ കരുത്ത് വ്യക്തമാക്കി അറിയിക്കും, ഞങ്ങൾക്ക് ഇന്ന കമ്പോണൻസ് ഉണ്ട്. ആ കമ്പോണൻസിന്റെ കമ്പാരിറ്റീവ് സ്റ്റഡിയൊക്കെ നടത്തിയിട്ടാണ്. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അദ്ദേഹം പറയുന്നു NDA ഇക്കുറി എന്തായാലും വിജയം അവർക്ക് സുനിശ്ചിതമാണ്, തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കും എന്നൊക്കെ അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. കാരണം അത്രത്തോളം വലിയൊരു ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും വിധി നമുക്ക് 13-ാം തീയതി അറിയാൻ സാധിക്കും. നമുക്ക് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ ഏകദേശം അറിഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ആലപ്പുഴയിലേക്കൊന്ന് പോവുകയാണ്. അവിടെ നിന്നും അജയ്നാഥ് ചേരുകയാണ്. അജയ്, തിരുവനന്തപുരത്തു നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. രാവിലെ തന്നെ നല്ല തിരക്കാണ്, പോളിംഗ് ബൂത്തിലൊക്കെ നല്ല തിരക്കാണ്. ആലപ്പുഴയിലൊരു ചിത്രം എങ്ങനെയാണ്? ശ്രീജ, ആലപ്പുഴയിൽ പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. പുലർച്ചെ മുതൽ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൈതവനയിലുള്ള മാതാ നികേതൻ ഓഡിറ്റോറിയത്തിലാണ്. 3 വാർഡുകളിലാണ് ഇവിടെ 3 വാർഡുകളിലെ ബൂത്തുകളാണ് ഇവിടെ ഉള്ളത്. അതായത് കൈതവന, സനാതനപുരം 1, 2 വാർഡുകളിലാണ് ഇവിടെ ബൂത്തുകളാണ് ഇവിടെ ഉള്ളത്. പുലർച്ചെ തന്നെ ആളുകൾ എത്തി തുടങ്ങിയിരുന്നു. ഇപ്പോൾ പോളിംഗ് ആരംഭിച്ച് 14 മിനിറ്റ്, കൃത്യം 7 മണിക്ക് പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. പുലർച്ചെ തന്നെ എത്തി വോട്ട് ചെയ്യാൻ വേണ്ടി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു കാഴ്ചയുണ്ട്. ഒരു 6 മണി 6:30 കൂടി തന്നെ ആളുകൾ എത്തി തുടങ്ങിയിരുന്നു. ഇപ്പോൾ 3 വാർഡുകളിലേക്കുള്ള ഒരു പോളിംഗ് സ്റ്റേഷനാണ് ഇവിടെ ഉള്ളത്. അജയ്, ഞാനൊന്ന് ഇടപെടുകയാണ്. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രതിപക്ഷ നേതാവ് സംസാരിക്കുകയാണ്. അതിലേക്ക് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം കൈകൾ ഉയർത്തിക്കാട്ടുകയാണ് പ്രതിപക്ഷ നേതാവ്. ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തിന്റെ മുഖത്തുണ്ട്. ഐതിഹാസികമായൊരു തിരിച്ചുവരവ് UDFന്റെ ഉണ്ടാവും ഈ തെരഞ്ഞെടുപ്പിൽ. ഞാൻ ഇന്നലെ 14 ജില്ലകളിലും പര്യടനം പൂർത്തിയാക്കിയതാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ ജില്ലകളിലും വളരെ ആവേശത്തോടു കൂടിയാണ് UDFന്റെ പ്രവർത്തകരെല്ലാം. ജനങ്ങൾ UDFന്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പ്രധാന കാരണങ്ങളാകാൻ പോകുന്നത്. ഒന്ന്, സർക്കാരിനെതിരായ അതിശക്തമായ ഒരു ജനവികാരമുണ്ട്. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആളുകളെ അമ്പരപ്പിച്ച് നിർത്തിയാണ്. ശബരിമലയിൽ ശ്രീധർമ്മശാസ്താവിന്റെ ശ്രീകോവിലിൽ നടന്ന സ്വർണ്ണ മോഷണം, ഉന്നതരായ CPM നേതാക്കൾ അതിൽ പങ്കാളികളാണ്. ആളുകളെ അമ്പരപ്പിച്ചത് അവർക്കെതിരായ ഒരു നടപടി പോലും CPM എടുത്തിട്ടില്ല. അവരെ ഇപ്പോഴും പ്രൊട്ടക്ട് ചെയ്യാണ്. ME ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകളിൽ ഈ അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് ജയിലിൽ പോയ ആളുകളെ ഇപ്പോഴും സംരക്ഷിക്കുകയാണ്. ഗവൺമെന്റ് അതിന് കൊട പിടിച്ചു കൊടുക്കുകയാണ്. അവസാന ഘട്ടത്തിൽ ചില ഉന്നതരായ നേതാക്കളിലേക്ക് കൂടി അന്വേഷണം പോകേണ്ടതായിരുന്നു. പക്ഷേ SITയുടെ മീതെ, SIT നന്നായിട്ടാണ് അന്വേഷണം നടത്തുന്നത്, എനിക്ക് പരാതിയൊന്നുമില്ല. പക്ഷെ അവരുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അതിശക്തമായ സമ്മർദ്ദം ഉണ്ടായി. കുറച്ച് ദിവസം കൊണ്ട് നീട്ടിവെക്കാൻ. ഇത് കഴിയുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെ കൂടി ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് വരും. പക്ഷെ തെരഞ്ഞെടുപ്പ് കാലത്ത് അതൊരു പ്രശ്നമാകാതിരിക്കാനുള്ള സമ്മർദ്ദം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ട്. എങ്കിലും കേരളത്തിലെ ഭക്തജനങ്ങൾ മാത്രമല്ല, കേരളം മുഴുവൻ ഇത്തരം കാര്യത്തിലുള്ള അതിശക്തമായ പ്രതിഷേധമുണ്ട്. ജനങ്ങൾക്കെതിരായി UDF അവതരിപ്പിച്ച കുറ്റപത്രം ഗൗരവതരമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഞങ്ങൾക്ക് കൃത്യമായ ബദൽ പരിപാടികളുണ്ട്. രണ്ടാമത്തെ വിഷയം, ഞങ്ങൾ പതിവിൽ അപ്പുറമുള്ള വലിയ മുന്നൊരുക്കം UDF നടത്തിയിരുന്നു. ഞങ്ങൾ ടീം UDF ആയിട്ടാണ് മത്സരിക്കുന്നത്. ഞങ്ങൾ നേരത്തെ തന്നെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. അതിന്റെ കൂടി ഒരു ശക്തി ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. നല്ല വിജയം ഉണ്ടാവും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സൂചന സ്വാഭാവികമായിട്ട് ഇതിന്റെ രണ്ടിന്റെ പാറ്റേൺ വ്യത്യാസമാണ്. ഇപ്പൊ പാർലമെന്റ് ഇലക്ഷന്റെ പാറ്റേൺ വ്യത്യാസമാണ്. ഇപ്പൊ ഞങ്ങൾക്ക് 20-ൽ 18 സീറ്റും ലഭിച്ചതാണ്. ഈ ഇലക്ഷന്റെ പാറ്റേൺ വേറെയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വേറെ. പക്ഷെ ഇവിടെയും ചില സൂചനകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. കൊച്ചി കോർപ്പറേഷൻ ചുമതല പ്രതിപക്ഷ നേതാവ് നേരിട്ട് ഏറ്റെടുത്തായിരുന്നു. എന്താണ് കോർപ്പറേഷന്റെ ഒരു അവസ്ഥ? അല്ല, കോർപ്പറേഷൻ ഉറപ്പായിട്ട് ജയിക്കും. കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജില്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റി നേരത്തെ തന്നെ ഒരു എഡ്ജുണ്ട് UDFന്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു പരാജയം രുചിച്ചപ്പോൾ പോലും മുനിസിപ്പാലിറ്റികളിൽ ഒരു എഡ്ജുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതൊക്കെ വലിയ തോതിൽ വരും. ഇതുവരെ ജയിക്കാത്ത മുനിസിപ്പാലിറ്റികൾ വരെ ജയിക്കും. ഇതുവരെ ജയിക്കാത്ത ഗ്രാമപഞ്ചായത്തുകൾ വരെ ജയിക്കും.
എല്ലാ രംഗത്തും UDF വ്യക്തമായ മേൽക്കൈ ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ അസസ്മെന്റ്. ശബരിമല തെരഞ്ഞെടുപ്പിൽ നിങ്ങളൊരു വിഷയമായിട്ട് ആവർത്തിച്ച് പറഞ്ഞെങ്കിൽ ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുമെന്ന് കരുതുന്നു. അല്ല, തീർച്ചയായും അത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. കാരണം രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളല്ലേ മത്സരിക്കുന്നത്, തീർച്ചയായിട്ടും അതൊരു വിഷയം തന്നെയാണ്. ഉറപ്പായിട്ട് അതൊരു വിഷയമാണ്. വിഷയം അല്ലാതെ പോകുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം UDF ബാധിക്കും. ഞങ്ങളെ ബാധിക്കില്ല എന്ന് മാത്രമല്ല, അവിടെയും പ്രതിരോധത്തിലായത് CPM ആണ്. കാരണം ഞങ്ങൾ കൃത്യമായ അച്ചടക്ക നടപടികളും കാര്യങ്ങളും എടുത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ ചെയ്യാത്ത രീതിയിൽ മാതൃകാപരമായ നടപടികൾ എടുത്തപ്പോൾ അവിടെ വീണ്ടും പ്രതിരോധത്തിലായത് CPM ആണ് പ്രതിരോധത്തിലായത്. CPM ഇത് അറസ്റ്റൊക്കെ നീട്ടിക്കൊണ്ടുപോയി ഈ തെരഞ്ഞെടുപ്പ് അവസാനം വരെ ഈ വിഷയം നിർത്താം എന്ന് തെറ്റിദ്ധരിച്ചു. അതിലേം തിരിച്ചടി അവർക്കുണ്ടാവും ആ വിഷയത്തിലും. കാരണം ആ വിഷയത്തിൽ അവർ പ്രതിക്കൂട്ടി നിൽക്കുകയാണ്. മുഖ്യമന്ത്രി കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളുടെ പേരൊന്നും ഞാൻ പറയണ്ടല്ല, അവരെയൊക്കെ ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. ഞങ്ങളാരെയും കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നില്ല, ഞങ്ങളാ കൈ വിട്ടു. വേണ്ടാത്ത കാര്യം വന്നപ്പോൾ ഞങ്ങളാ കൈ വിട്ടു. മുഖ്യമന്ത്രി കൈ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ, ഇപ്പോഴും വിട്ടിട്ടില്ലല്ലോ കൈ. അതൊക്കെ ആളുകൾ കാണുന്നുണ്ട്. അതെ, അതൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ. നമ്മുടെ പാർട്ടിക്ക് പറഞ്ഞു അല്ല, തീർച്ചയായിട്ടും പോകണമല്ലോ. ഗവൺമെന്റ് എല്ലാ പ്രോസിക്യൂഷൻ ഒരു ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കുക, ഒരു കുറ്റപത്രം കൊടുത്തിരിക്കുക. ആ കുറ്റപത്രത്തിലെ എല്ലാവരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ അപ്പീൽ പോകണം. ഇത് അവസാന വിധിയല്ലല്ലോ, അപ്പീൽ കോടതി ഉണ്ടല്ലോ. ഞാൻ കോടതി വിധി വരാത്തതുകൊണ്ടാണ് ഞാനത് വിശദമായി സംസാരിക്കാത്തത്. കാരണം എന്തിന്റെ കാര്യത്തിലാണ് പ്രതികളെ ശിക്ഷിച്ചത്, ഏത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ ശിക്ഷിച്ചത്, ഏത് തെളിവുകളുടെ അഭാവത്തിലാണ് പ്രതികളെ വെറുതെ വിട്ടത് എന്ന് ജഡ്ജ്മെന്റ് വായിക്കാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ വെറുതെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പ്രോസിക്യൂഷൻ ഒരു കേസ് ഉണ്ടല്ലോ, പ്രോസിക്യൂഷൻ കേസ് എന്ന് പറയും. ആ കേസ് മുഴുവൻ ജയിച്ചിട്ടില്ല, പകുതിയെ ജയിച്ചുള്ളൂ, പകുതി ആളുകളെ ശിക്ഷിച്ചിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രോസിക്യൂഷൻ സാധാരണ പോകണം. ഈ വിധി വന്നതിന് പിന്നാലെ അതിജീവിതക്കെതിരെ സമാനതകളില്ലാത്ത സൈബർ ആക്രമണമാണ് നടക്കുന്നത്. അതിപ്പോ അങ്ങനെയാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും ക്രൂരകൃത്യം ചെയ്യുന്ന ആളുകളെ വൈറ്റ് വാഷ് ചെയ്തെടുക്കുന്ന ജോലിയാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക്. മര്യാദ കിടക്കുന്ന മാന്യന്മാരെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായതൊക്കെ ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ്. അത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് ദിവസം പ്രതിപക്ഷ നേതാവ് ഉയർത്തിക്കാട്ടിയതും. എന്തായാലും ഈ വിഷയങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ തിരിയുമെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എക്കാലവും ഇടതുപക്ഷത്തിന് മേൽക്കൈയുള്ള ഒരു ജില്ല തന്നെയാണ് ആലപ്പുഴ. ആലപ്പുഴയിൽ നിന്നുള്ള വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അജയ് നാഥ് ചേരുകയാണ്. അജയ്, ആലപ്പുഴയിൽ എങ്ങനെയാണ്? നമ്മൾ തുടക്കത്തിൽ ഇടയ്ക്ക് ആലപ്പുഴയിലേക്ക് വന്നിരുന്നു, അപ്പോൾ വലിയൊരു തിരക്കാണ് അനുഭവപ്പെട്ടത്. അവിടെ വോട്ടിംഗ് എങ്ങനെ പുരോഗമിക്കുന്നു? ശ്രീജ, പുലർച്ചെ 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിച്ചിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് മാതാ നികേതൻ ഓഡിറ്റോറിയത്തിലാണ്. പ്രധാനപ്പെട്ട ആലപ്പുഴ നഗരസഭയിലെ പ്രധാനപ്പെട്ട 3 വാർഡുകൾ, 3 പോളിംഗ് സ്റ്റേഷനാണ് ഇവിടെ ഉള്ളത്. അതായത് സനാതനപുരം 1, 2, അതുപോലെ തന്നെ കൈതവന ബൂത്തിലാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തുന്നത്. രാവിലെ തന്നെ, അതായത് 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിച്ചു. വലിയ തിരക്ക്, ഒരു 6:45 തന്നെ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും തിരക്ക് തുടരുകയാണ്. ഇപ്പോൾ സനാതനപുരം 1 പോളിംഗ് ബൂത്തിലെ തിരക്കാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്തായാലും ഈ തിരഞ്ഞെടുപ്പിനെ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞ് പ്രചാരണമെല്ലാം അവസാനിച്ച് 3 മുന്നണികളും അതിൻ്റെ എല്ലാ തരത്തിലുള്ള ആത്മവിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും വലിയ തിരക്ക് ഈ പോളിംഗ് സ്റ്റേഷനുകളിൽ ഉണ്ടാകുന്നു, പുലർച്ചെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു കാരണം. പ്രധാനമായും മറ്റ് തിരക്കുകളിലേക്ക് പോകുന്നതിന് മുമ്പ് വോട്ട് ചെയ്ത് മടങ്ങുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. എന്തായാലും പ്രതികരണങ്ങൾക്കെല്ലാം തന്നെ പോകാം. നമസ്കാരം. തിരക്ക് ഒഴിവാക്കി വോട്ട് ചെയ്ത് മടങ്ങാനാണ്. അതെ, രാവിലെ തന്നെ ആ ഒരു കർത്തവ്യം നിറവേറ്റാമെന്ന് വിചാരിച്ചു. നല്ലൊരു തിരക്കുണ്ടല്ലോ രാവിലെ. അതെ. തിരഞ്ഞെടുപ്പിന്റെ ഒരു ചൂടിലേക്കെല്ലാം വന്നു. രാവിലെ തന്നെ പോളിംഗ് വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. രാവിലെ വോട്ട് ചെയ്തെത്തി. രാവിലെ പരിപാടിയും കഴിച്ചു പോകാമെന്ന് വെച്ചു, തിരക്കാവുന്നതിന് മുമ്പ്. അതാണ് മറ്റ് തിരക്കുകളിലേക്ക് പോകുന്നതിന് മുമ്പ് വോട്ട് ചെയ്ത് മടങ്ങുക എന്നൊരു ലക്ഷ്യം കൂടിയാണ്. എന്തായാലും കൈതവന വാർഡിൽ, അതായത് കൈതവന ബൂത്തിലാണ് KC വേണുഗോപാൽ വോട്ട് ചെയ്യാൻ എത്തുന്നത്. 7:00 തന്നെ അദ്ദേഹം എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്.
എന്തായാലും ആലപ്പുഴയെ സംബന്ധിച്ച് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ വേരോട്ടം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. 72 ഗ്രാമപഞ്ചായത്തുകളിൽ 53 ഇടതുപക്ഷം ജയിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. നഗരസഭയിൽ 3-3 എന്ന ഇക്വേഷനായിരുന്നു നഗരസഭയിൽ ഉണ്ടായിരുന്നതെങ്കിലും ജില്ലാ പഞ്ചായത്തിലും വ്യക്തമായൊരു ഭൂരിപക്ഷം ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തവണ നേടുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഇത്തവണ ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ CPIയുമായിട്ടുള്ള ചില വിഷയങ്ങൾ, CPIയുമായി ബന്ധപ്പെട്ട് CPM-ഉം CPIയും തമ്മിലുള്ള ചില വിഷയങ്ങളെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ബാധിച്ചിട്ടുണ്ട്. ഏതാണ്ട് 6 പഞ്ചായത്തുകളിൽ CPM-ഉം ശരി CPIയും അജയ്, ഞാനൊന്ന് ഇടപെടുകയാണ്. കാരണം ആലപ്പുഴയിലെ ദൃശ്യങ്ങൾ ഏകദേശം നമുക്ക് വ്യക്തമായി കഴിഞ്ഞു. ഇപ്പോൾ ഉമാ തോമസ് വോട്ട് രേഖപ്പെടുത്തുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഉമാ തോമസ് MLA വോട്ട് രേഖപ്പെടുത്തുകയാണ്. നമ്മൾ കൊല്ലത്തേക്കൊന്ന് പോവുകയാണ്. സുധീഷ് അവിടെ റെഡിയാണ്. സുധീഷ്, കൊല്ലത്ത് സുധീഷിന്റെ പിറകിലായി വലിയ തിരക്കൊന്നും കാണുന്നില്ല. മറ്റ് ജില്ലകളിൽ അങ്ങനെയല്ല, നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കൊല്ലത്തുള്ളൊരു സിറ്റുവേഷൻ എങ്ങനെയാണ്? രാവിലെ ആളുകൾ കുറവാണോ? തീർച്ചയായും ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം കന്റോൺമെന്റ് ഡിവിഷന്റെ ഫാത്തിമ മാതാ കോളേജ് ഇവിടെയാണ് ഒരു പോളിംഗ് ബൂത്ത് ഉള്ളത്. 5ാം നമ്പർ ബൂത്താണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ തിരക്ക് ആയിട്ടില്ല. കാര്യം കുറച്ച് പേർ വന്ന് വോട്ട് ചെയ്ത് മടങ്ങുന്നൊരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഇവിടെ പ്രമുഖരുടെ ഒരു നിര നോക്കുകയാണെങ്കിൽ NK പ്രേമേന്ദ്രൻ MP അല്പം മുമ്പാണ് ഈ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയത്. അദ്ദേഹം പറഞ്ഞത് 50% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇത്തവണ UDF ഭരണം പിടിച്ചെടുക്കും എന്നൊരു ശുഭപ്രതീക്ഷയിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഇവിടെ നിന്ന് മടങ്ങിയത്. കാരണം നമുക്കറിയാവുന്ന പോലെ തന്നെ കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും കോർപ്പറേഷൻ, ബ്ലോക്ക് പഞ്ചായത്ത്, മറ്റ് നഗരസഭ പോലുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും LDFന്റെ മേൽക്കോയ്മ നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ ഇടതു കോട്ട എന്നൊക്കെ പറയുന്നത് പോലെ അത് ഇത്തവണ അവസാനിപ്പിക്കും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയിലാണ് UDF ഉള്ളത്. അത്തരത്തിൽ തന്നെയുള്ള പ്രചാരണ പരിപാടികളൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അവർ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ UDF മികച്ച ഒരു വിജയം കൊല്ലം കോർപ്പറേഷൻ ഉൾപ്പെടെ നഗരസഭകളിലും ഒപ്പം തന്നെ പഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിലും ഒക്കെ ആവർത്തിക്കുമെന്നൊരു ശുഭപ്രതീക്ഷയിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മടങ്ങിയത്. ഇതിപ്പോൾ കന്റോൺമെന്റ് ഡിവിഷനിലെ 5ാം നമ്പർ ബൂത്താണ്. ഇവിടെയാണ് പ്രധാനപ്പെട്ട നഗരത്തിന്റെ വോട്ട് കേന്ദ്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നഗരത്തിൽ അല്പം കൂടി കഴിഞ്ഞാൽ മാത്രമേ വോട്ട് രേഖപ്പെടുത്താൻ കുറച്ച് കൂടി ഒരു തിരക്ക് നമുക്ക് ദൃശ്യമാവുകയുള്ളൂ. പക്ഷേ അങ്ങനെയല്ല മറ്റ് സ്ഥലങ്ങളുടെ സ്ഥിതി. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ നല്ല രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയെന്നുള്ള വാർത്തകളാണ് അവിടെ. സുധീഷ്, ഞാനൊന്ന് ഇടപെടുകയാണ്. ഉമാ തോമസ് MLA വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രതികരിക്കുന്നു. ആ പ്രതികരണത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ആവും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും. ഇന്നലെ ഞാൻ നന്നായി പ്രതികരിച്ചു കഴിഞ്ഞു അതിനെക്കുറിച്ച്. ഇന്ന് നമ്മൾ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ സ്ഥാനാർത്ഥികളുടെയൊക്കെ അടുത്ത് പോകാനുള്ള ഒരു വ്യഗ്രതയിലാണ്. ഏറ്റവും നന്നായിട്ട് ഇന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും വോട്ട് ചെയ്യാൻ എത്താനാവണം. അതുപോലെ തന്നെ വോട്ട് രേഖപ്പെടുത്താനായിട്ടായാൽ നമ്മൾക്കിവിടെ ചെറിയ ആശങ്കകളുള്ളത് എല്ലാവർക്കും വോട്ട് ചെയ്യാനായിട്ടുള്ള അവകാശം തന്നെ നഷ്ടപ്പെടുന്ന രീതിയിൽ പല വോട്ടുകളും കട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ആശങ്കയുണ്ട്. എന്നാൽ പോലും ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ ഓരോ UDF സ്ഥാനാർത്ഥിയും വിജയിക്കും എന്നുള്ള ഉത്തമ വിശ്വാസം. ഈ നടിയാക്രമിച്ച കേസിലെ ഈ അപ്പീൽ പോകാൻ സർക്കാർ കത്ത് നൽകുമോ? അത് ഞാൻ ആലോചിച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ വിധി എനിക്ക് 200-ലധികം പേജുണ്ടെന്ന് പറഞ്ഞു. അത് മുഴുവൻ കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ വിധി എനിക്കൊന്ന് വായിക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും ആദ്യത്തെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ട് തൃപ്തയല്ല. ഉമാ തോമസ് MLAയുടെ പ്രതികരണമാണ് കണ്ടത്. തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഉമാ തോമസ്. എന്തായാലും നമുക്ക് തിരുവനന്തപുരത്തെ വിവരങ്ങൾ ഒന്നുകൂടി അറിയേണ്ടതായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ 480 പ്രശ്നബാധിത ബൂത്തുകളുണ്ടെന്നാണ് അറിയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം ജില്ലയിലാണ്. അതായത് 186ഓളം പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. രജിത്ത് ചേരുകയാണ്. രജിത്ത്, ഈ പ്രശ്നബാധിത ബൂത്തുകളിൽ എന്തൊക്കെ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്? അധിക സുരക്ഷ, വെബ്കാസ്റ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? രജിത്ത്, ഇപ്പോൾ ഏത് ബൂത്തിലാണ് നിൽക്കുന്നത്? വിവരങ്ങൾ എങ്ങനെയാണ്? എന്തായാലും രജിത്തിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ പോളിംഗ്
ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള തെക്കൻ ജില്ലകളിലാണ് ഈ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കുന്നത്. രാവിലെ മിക്ക ജില്ലകളിലും, കൊല്ലത്ത് നമ്മൾ ദൃശ്യങ്ങൾ കണ്ടു, അധിക തിരക്ക് അനുഭവപ്പെടുന്നില്ല. പക്ഷേ തിരുവനന്തപുരവും ആലപ്പുഴയും ഒക്കെ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ആളുകൾ അതിരാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് നീണ്ട നിര നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പ്രമുഖരൊക്കെ വോട്ട് രേഖപ്പെടുത്തി. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, ഉമാ തോമസ് MLA, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുടുംബസമേതം എത്തുന്നു. അങ്ങനെ എല്ലാവരും രാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്നൊരു കാഴ്ച. രജിത്ത് തുടരാം. ശ്രീജ, ഞാനിപ്പോൾ ഉള്ളത് കരിക്കുളം ബൂത്തിൽ രാവിലെ മുതൽ തന്നെ ആളുകൾ എത്തി വോട്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടി ബൂത്തിൽ എത്തിയിരുന്നു. ആ സമയത്ത് മുതൽ തന്നെ കാണുന്ന നമുക്ക് പല ബൂത്തുകളും കാണാൻ കഴിയുന്നുണ്ട്. ഇത് ബൂത്ത് നമ്പർ 4 ബൂത്ത് 4ഉം 3ഉം അടുത്തടുത്ത ബൂത്തുകളായി ഉണ്ട്. അവിടെ എല്ലാവർക്കും തന്നെ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാനായി കാണാൻ കഴിയുന്നു. 2 ബൂത്തുകളിലും നിറഞ്ഞ ആളുകൾ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലെ മുതൽ തന്നെ വോട്ട് ചെയ്തതിനു ശേഷം തിരികെ പോകുന്നതിനുള്ള ഒരു വ്യഗ്രതയിലാണ് ആളുകളൊക്കെയും ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുമ്പ് നോക്കുകയാണെങ്കിൽ ഇവിടെ തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകളുടെ ഒരു സാധ്യത ഉള്ളത്. തിരുവനന്തപുരം സിറ്റിയിൽ മാത്രമേ ഏകദേശം 70ഓളം പ്രശ്നബാധിത 116 ഉള്ളത്. ആകെ 186 പ്രശ്നബാധിത ബൂത്തുകളാണ്. ഈ പ്രശ്നബാധിത ബൂത്തുകളിലൊക്കെയും തന്നെ വെബ്കാസ്റ്റിംഗ് അടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വെബ്കാസ്റ്റിംഗ് സൗകര്യങ്ങൾ കൂടാതെ തന്നെ കൂടുതൽ ആളുകൾ എത്തുന്നത് കൂടാതെ സ്ഥാനാർത്ഥികളുടെ ആവശ്യപ്രകാരം ഇവിടെ ആവശ്യമെങ്കിൽ വീഡിയോ റെക്കോർഡിംഗ് അടക്കമുള്ള സൗകര്യങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. ആവശ്യമെങ്കിൽ സ്ഥാനാർത്ഥികൾ ആവശ്യപ്പെടുന്നതനുസരിച്ചായിരിക്കും ഇത്തരത്തിൽ വീഡിയോ റെക്കോർഡിംഗ് അടക്കം ഉണ്ടാവുക. എന്തുതന്നെയായാലും പ്രശ്നബാധിത ബൂത്തുകൾ എന്ന് പറഞ്ഞാൽ സാധാരണ നിലയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് മാത്രം കണക്കാക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. എന്തുതന്നെയായാലും അവയുടെ എണ്ണം ഏറ്റവും കൂടുതൽ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. 186 പ്രശ്നബാധിത ബൂത്തുകളാണ് തിരുവനന്തപുരം ജില്ലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയിലെ മറ്റ് കണക്കുകൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ ആകെ വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് 29,26,080 പേരാണ് തിരുവനന്തപുരം ജില്ലയിലെ ആകെ വോട്ടർമാരുടെ എണ്ണമുള്ളത്. കോർപ്പറേഷനിലെ വോട്ടർമാരുടെ എണ്ണം കണക്കാക്കുകയാണെങ്കിൽ 8,28,274 വോട്ടർമാർ തിരുവനന്തപുരം ജില്ലയിൽ കോർപ്പറേഷനിൽ മാത്രമുണ്ട്. പഞ്ചായത്തിലേക്ക് വരികയാണെങ്കിൽ 1,386 വാർഡുകൾ, 73 പഞ്ചായത്തുകളിലായി 1,386 വാർഡുകളിലായി 19,06,013 വോട്ടർമാരാണ് ഉള്ളത്. ഒപ്പം തന്നെ മുനിസിപ്പാലിറ്റി പരിശോധിക്കുകയാണെങ്കിൽ 4 മുനിസിപ്പാലിറ്റികളിലായി 1,91,793 വോട്ടർമാരാണ് അവിടെയും ഉള്ളത്. അതിൽ തന്നെയാണ് ഈ പ്രശ്നബാധിത ബൂത്തുകളിലടക്കം ഈ ആളുകൾ ഉള്ളത്. ആ ബൂത്തുകളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആവശ്യമായ സൗകര്യങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആവശ്യമെങ്കിൽ വീഡിയോ റെക്കോർഡിംഗ് അടക്കം ഏർപ്പെടുത്തുന്നതിനുള്ള സൗകര്യങ്ങളുമുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ ഞാൻ നിൽക്കുന്ന കരിക്കുളം ബൂത്തിൽ വളരെ സുഗമമായി തന്നെ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. വലിയൊരു നീണ്ട ക്യൂ തന്നെ ഇവിടെ ആളുകളുടെ കാണാൻ കഴിയും. ശരി, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്ന ദൃശ്യങ്ങൾ, അങ്ങനെ പ്രമുഖരൊക്കെ രാവിലെ തന്നെ എത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിവിധ ജില്ലകളിൽ നിന്നൊക്കെ കാണാൻ സാധിക്കുന്നത്. പ്രമുഖരൊക്കെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്നു. വി.ഡി. സതീശൻ രാവിലെ വോട്ട് രേഖപ്പെടുത്തി. അദ്ദേഹം സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രതികരിച്ചിരുന്നു. നമുക്ക് എന്തായാലും കിരണിലേക്കൊന്ന് പോയി വരാം. കൊച്ചിയിൽ നിന്ന് കിരൺ ചേരുകയാണ്. കിരൺ, പ്രമുഖരൊക്കെ വി.ഡി. സതീശനും ഉമാ തോമസും ഒക്കെ വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞു. വി.ഡി. സതീശൻ രാവിലെ തന്നെ ഓർമ്മപ്പെടുത്തിയത് ആ ഒരു വിവാദ വിഷയം തന്നെയാണ് സ്വർണ്ണക്കൊള്ള, ശബരിമല സ്വർണ്ണക്കൊള്ള. അത് വോട്ടർമാർക്കുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു എന്ന് തോന്നുന്നു, അല്ലേ? എന്താണ് എറണാകുളത്ത് നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ശ്രീജ, രാവിലെ മുതൽ തന്നെ എറണാകുളം ജില്ലയിലെ വോട്ടെടുപ്പ് ആരംഭിച്ചതാണ്. വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ജില്ലയിലെ പ്രമുഖരെല്ലാം തന്നെ രാവിലെ മുതൽ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ഇതിനിടയിൽ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് പാമ്പാക്കുടയിൽ സ്ഥാനാർത്ഥി മരിച്ചതാണ്. പാമ്പാക്കുടയിലെ 10ാം വാർഡിലേക്ക് മത്സരിച്ചിരുന്ന CS ബാബു UDF സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹമാണ് ഇന്ന് പുലർച്ചെ മരണപ്പെട്ടിരിക്കുന്നത്. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം. ഇന്നലെ രാത്രിയിലടക്കം അദ്ദേഹം ഈ അവസാനവട്ട
കാര്യങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസാനഘട്ട കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. പിന്നീട് അദ്ദേഹം അസ്വസ്ഥത തോന്നുകയും പിന്നീട് ആശുപത്രിയിൽ പ്രവേശിക്കുകയുമായിരുന്നു. ഇതിനിടയിലാണ് മരണം സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വാർഡിലെ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ മാറ്റിവെച്ചിട്ടുണ്ട്. വാർഡിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് മാറ്റിവെച്ചിരിക്കുന്നത്. മറ്റവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഏതായാലും നടക്കും. ഏതായാലും ജില്ലയിൽ ഇപ്പോഴും വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പോളിംഗ് ബൂത്തുകളിലെല്ലാം തന്നെ രാവിലെ മുതൽ നല്ല ഒരു വോട്ടർമാരുടെ സാന്നിധ്യം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. രാവിലെ VD സതീശൻ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. ഉമാ തോമസ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും സിനിമാ മേഖലയിൽ അടക്കമുള്ള പ്രമുഖർ കൊച്ചിയിലുണ്ട് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള താര വോട്ടർമാരുണ്ട്. ഇതിൽ മമ്മൂട്ടിക്ക് ഇത്തവണ വോട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഇത്തവണ വോട്ടർ പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേരില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ പറ്റില്ല. ഏതായാലും 7:30 സംവിധായകനും നടനുമായിട്ടുള്ള രഞ്ജിത്ത് പണിക്കർ വോട്ട് രേഖപ്പെടുത്തും എന്നുള്ളൊരു കാര്യം അറിയിക്കുന്നുണ്ട്. ഏതായാലും ഈ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജില്ലയിൽ എല്ലാം തന്നെ മികച്ച ഒരു പോളിംഗ് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഉമാ തോമസ് അടക്കമുള്ള ആളുകൾ വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയിരുന്നു. ഇവർ പ്രധാനമായിട്ടും സൂചിപ്പിച്ചൊരു കാര്യം UDFൻ്റെ ഒരു തിരിച്ചുവരവ് ജില്ലയിലെ, പ്രത്യേകിച്ച് കൊച്ചി നഗരസഭ തന്നെയാണ് ജില്ലയിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നഗരസഭ. ഈ നഗരസഭയിലേക്ക് ഭരണത്തിലേക്ക് UDF തിരിച്ചു വരും എന്നുള്ളൊരു കാര്യം അവർ പങ്കുവയ്ക്കുകയുണ്ടായിരുന്നു. കൂടാതെ തന്നെ സംസ്ഥാനത്തെ സർക്കാരിനെതിരായിട്ടുള്ള ജനവിരുദ്ധമായിട്ടുള്ള ജനങ്ങളുടെ ഒരു വികാരം തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് നേരത്തെ ഏതായാലും ഉമാ തോമസ് വ്യക്തമാക്കിയിരിക്കുന്നത്. 82 ഗ്രാമപഞ്ചായത്തുകളിലേക്കും 13 നഗരസഭകളിലേക്കുമാണ് എറണാകുളം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 7374 സ്ഥാനാർത്ഥികൾ ജില്ലയിൽ മത്സരിക്കുന്നുണ്ട്. കൂടാതെ തന്നെ 3457 പുരുഷ വോട്ടർ സ്ഥാനാർത്ഥിമാരാണ് ഉണ്ടായിരുന്നത്. വനിതാ സ്ഥാനാർത്ഥികളായിരുന്നു 3917 വനിതാ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. നേരത്തെ ഈ സൂചിപ്പിച്ച കണക്കിൽ പുരുഷ സ്ഥാനാർത്ഥികളിൽ ഒരാൾ നിർഭാഗ്യവശാൽ മരണപ്പെട്ടിരിക്കുകയാണ്. ഇതൊഴിച്ചു കഴിഞ്ഞാൽ തന്നെ 7373 സ്ഥാനാർത്ഥികളാണ് മൊത്തം എറണാകുളം ജില്ലയിൽ നിന്ന് ഇന്ന് ജനവിധി തേടുന്നത്. ശരി, പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ UDFന് മേൽക്കൈയുള്ളൊരു ജില്ല തന്നെയാണ് എറണാകുളം, കൊച്ചി എന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴും അമിത ആത്മവിശ്വാസം അവർക്ക് തിരിച്ചടിയാകുന്ന ഒരു കാഴ്ചയെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും എറണാകുളത്തു നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കിരൺകുമാർ. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വോട്ട് രേഖപ്പെടുത്താനായി ക്യൂവിൽ നിൽക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തും. അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമുക്ക് അറിയേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് പ്രമുഖർ രാവിലെ വോട്ട് രേഖപ്പെടുത്തി. എന്തായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പല പ്രമുഖരും രാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു വശത്ത്, അതായത് തെക്കൻ ജില്ലകളിലൊക്കെ ആളുകൾ വോട്ട് രേഖപ്പെടുത്താനായി ക്യൂവിൽ നിൽക്കുമ്പോൾ ഇങ്ങ് മലബാറിൽ വാശിയേറിയ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണത്തിന് ഇന്ന് കൊട്ടിക്കലാശമാവുകയാണ്. വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട ഓട്ടപ്പാച്ചിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ. വിവരങ്ങൾ വർഷ നൽകും. വർഷ ഗിരീഷ് ചേരുകയാണ്. വർഷ, ഈ പറഞ്ഞതുപോലെ ഒരു വശത്ത് ആളുകളൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് വോട്ട് രേഖപ്പെടുത്താനായി, മറുവശത്ത് അവിടെ ശക്തമായ പ്രചരണം. കാരണം അവസാനവട്ട ഒരു ഓട്ടപ്പാച്ചിലാണല്ലോ. എങ്ങനെയാണ് അവിടെ നിന്നുള്ളൊരു വിവരങ്ങൾ? അതേ ശ്രീജ, വലിയ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. നല്ല രീതിയിൽ തന്നെ പ്രചരണം നടത്താൻ കഴിഞ്ഞു എന്നാണ് സ്ഥാനാർത്ഥികൾ ഓരോരുത്തരും പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ബൂത്തിലേക്ക് എത്തുമെന്നുള്ള വലിയ പ്രതീക്ഷയും സ്ഥാനാർത്ഥികൾ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടി ഈ പരസ്യ പ്രചാരണം അവസാനിക്കുകയാണ്. ഇതുവരെ നല്ല രീതിയിലുള്ള ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചു തന്നെയാണ് സ്ഥാനാർത്ഥികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസവും ഓരോരുത്തർക്കും ഉണ്ട്. തൊട്ടുമുമ്പ് നമ്മൾ കോഴിക്കോട് കാരപ്പറമ്പ് NDA സ്ഥാനാർത്ഥിയും അതേപോലെ മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷയുമായ നവ്യ ഹരിദാസിനെ കണ്ടിരുന്നു. അവർ ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടി എത്തിയതാണ്. വലിയ പ്രതീക്ഷയാണ് നവ്യ ഹരിദാസ് പങ്കുവച്ചത്. ഇത്തവണയും 3ാം തവണയും കാരപ്പറമ്പ് കൗൺസിലർ ആകുമെന്ന വലിയ വിശ്വാസത്തിലാണ് നവ്യ ഹരിദാസ്. അങ്ങനെ പലരും ഈ ഒരു ആത്മവിശ്വാസം, ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം പങ്കുവെക്കുന്നുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ, പരസ്യപ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇവിടെ പല രീതിയിലുള്ള ചർച്ചകളും ഉണ്ടായി എന്നുള്ളതാണ്. മലബാറിൽ സാധാരണ തദ്ദേശ തെരഞ്ഞെടുപ്പിന് നാട്ടിന്റെ വികസനം അല്ലെങ്കിൽ നാടിലെ കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യപ്പെടാറുള്ളത്. എന്നാൽ ഇത്തവണ വലിയ രീതിയിൽ സംസ്ഥാനമൊട്ടാകെ നടക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളും പല വാർഡുകളിലും അദ്ദേഹം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമായി എന്നുള്ളതാണ്. സ്വർണ്ണക്കൊള്ള, അതേപോലെ രാഹുൽ വിഷയം, ED നോട്ടീസ് ഉൾപ്പെടെ പലതും കേരളം ഒട്ടാകെ ചർച്ച ചെയ്തു. അതെല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് പല സ്ഥാനാർത്ഥികളും പറയുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയുമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇന്നിപ്പോൾ പരസ്യപ്രചാരണം അവസാനിക്കുമ്പോൾ വലിയ പ്രതീക്ഷയും ആരവും പാട്ടുമായി തന്നെ ഒരു കൊട്ടിക്കലാശം ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സ്ഥാനാർത്ഥികളെല്ലാം ഉള്ളത്. എന്നാൽ
കൂടുതൽ സമാധാനപരമായിരിക്കണമെന്നും യാതൊരുവിധ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ളതാവരുതെന്നുമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം. അങ്ങനെയുള്ളതായിരിക്കണം കൊട്ടിക്കലാശം എന്നുള്ളതാണ് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ സെന്ററുകൾ നൽകിയിട്ടുണ്ട്. അവിടെ കേന്ദ്രീകരിച്ചായിരിക്കും ഈ കൊട്ടിക്കലാശം നടക്കുക. എന്തായാലും ഇനി മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കും. പരമാവധി ആളുകൾ ബൂത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷ തന്നെയാണ് സ്ഥാനാർത്ഥികൾ പങ്കുവെക്കുന്നത്. പല രീതിയിലുള്ള ചർച്ചകളും നടന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ എങ്ങനെ ജനങ്ങളെ ബാധിക്കും, ജനങ്ങൾ അതിനെല്ലാം എങ്ങനെ മറുപടി പറയുമെന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. ശ്രീജ. ശരി വർഷ, എന്തായാലും മലബാറിൽ വാശിയേറിയ ഒരു പ്രചരണം തന്നെയാണ് നടക്കുന്നത്. അവിടെ നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു വർഷ ഗിരീഷ്. എന്തായാലും നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ടു, പ്രമുഖരൊക്കെ വോട്ട് രേഖപ്പെടുത്തുകയാണ്. KC വേണുഗോപാൽ കൈതവനയിലെ ബൂത്തിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിട്ടുള്ളത്. നേരത്തെ അജയ്നാഥ് സൂചിപ്പിച്ചിരുന്നു അദ്ദേഹം 7:30 എത്തുമെന്ന്. അദ്ദേഹം ആ സമയത്ത് വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിരിക്കുകയാണ്. മറുവശത്ത് നമ്മൾ കാണുന്നത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വോട്ട് രേഖപ്പെടുത്താനായി കവടിയാർ വാർഡിലെ ജവഹർ നഗർ ബൂത്തിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ക്യൂവിൽ നിൽക്കുകയാണ്. അങ്ങനെ പ്രമുഖരൊക്കെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് വോട്ട് രേഖപ്പെടുത്താൻ. പലരുടെയും ദൃശ്യങ്ങൾ നമ്മൾ ഇതിനകം കണ്ടു കഴിഞ്ഞു. NK പ്രേമചന്ദ്രൻ പ്രതിപക്ഷ നേതാവ്, ഉമാ തോമസ് MLA, അങ്ങനെ ഒരുപാട് പേർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. സുരേഷ് ഗോപി രാവിലെ തന്നെ കുടുംബസമേതം എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇതിനിടയിൽ പലയിടത്തും വോട്ടിംഗ് മെഷീനുകളിൽ തകരാറ് കാണിക്കുന്നുണ്ട്. ആലപ്പുഴയിൽ വോട്ടിംഗ് മെഷീനിൽ തകരാറ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുറക്കാട്, കൈനകരി, തലവടി പഞ്ചായത്തുകളാണ് മെഷീൻ തകരാറിലായത്. തലവടി ഗവൺമെൻറ് ഹൈസ്കൂൾ 1-ാം നമ്പർ ബൂത്തും പുറക്കാട് 13-ാം വാർഡ് ഒറ്റപ്പന ക്ഷേത്രം ഹാൾ 2-ാം നമ്പർ ബൂത്തിലും കൈനകരി തോട്ടുവാത്തല സ്കൂൾ 1-ാം നമ്പർ ബൂത്തിലുമൊക്കെ മെഷീൻ തകരാർ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആറ്റിങ്ങൽ നഗരസഭ പരവൂർക്കോണം ബൂത്തിലും വോട്ടിംഗ് യന്ത്രം തകരാറിലായിട്ടുണ്ട്. മോക്ക് പോൾ കഴിഞ്ഞ് ആദ്യത്തെ വോട്ട് ചെയ്യുമ്പോഴാണ് യന്ത്രം തകരാറിലായത് ശ്രദ്ധയിൽപ്പെട്ടത്. വോട്ട് ചെയ്യാൻ എത്തിയവരൊക്കെ ക്യൂവിൽ നിൽക്കുകയാണ്. എന്തായാലും ഇതുവരെയും പരിഹരിച്ചിട്ടില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. വലിയൊരു തിരക്ക് തന്നെയാണ് ജില്ലകളിൽ. പല ജില്ലകൾ, അതായത് 7 ജില്ലകളിലാണ് ഇന്നിപ്പോൾ വോട്ടെടുപ്പ് നടക്കുന്നത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ പലയിടങ്ങളിലും രാവിലെ തന്നെ 7 മണിയായപ്പോൾ തന്നെ വലിയ ക്യൂ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ആളുകളൊക്കെ, കാരണം അത്രത്തോളം വിവാദ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടപ്പെട്ടൊരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണ. നമുക്ക് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് മടങ്ങിയെത്താം. മറ്റ് ചില വാർത്തകൾ കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഇന്ന് പാർലമെന്റിൽ ചർച്ച നടക്കും. ലോക്സഭയിലാണ് ആദ്യം ചർച്ച നടക്കുക. ശൈത്യകാല സമ്മേളനം തുടങ്ങിയപ്പോൾ മുതൽ SIRൽ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിയതോടെയാണ് കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായത്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ ചർച്ചയിൽ പങ്കെടുക്കും. വോട്ട് കൊള്ള ഉൾപ്പെടെ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉന്നയിക്കും. അതേസമയം നാളെയാണ് SIR ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ മറുപടി നൽകുക. നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി മറുപടി നൽകുന്നത്. അതിനിടെ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട രാജ്യസഭയിൽ ഇന്നും ചർച്ച നടക്കും. ലോക്സഭയിൽ ഇന്നലെ ചർച്ച പൂർത്തിയായിരുന്നു. കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക. നേരത്തെ കേസ് പരിഗണിച്ച കോടതി SIRുമായി ബന്ധപ്പെട്ട തീയതി നീട്ടുന്നതിന് സംസ്ഥാന സർക്കാരിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിവേദനം നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. തീയതി ഇനിയും നീട്ടുമോ എന്ന് കമ്മീഷൻ കോടതിയിൽ വ്യക്തമാക്കിയേക്കും. ഈ വിമാന പ്രശ്നം, ഇൻഡിഗോയുടെ ആ ഒരു പ്രശ്നം ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. DGCAക്ക് മറുപടി നൽകുകയാണ് ഇൻഡിഗോ. വിമാന സർവീസ് പ്രശ്നം പരിഹരിക്കാൻ കൂടുതൽ സമയം വേണമെന്നതാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇൻഡിഗോ CEOയെ വീണ്ടും വിളിപ്പിച്ചേക്കും. ഇൻഡിഗോ പ്രതിസന്ധിയിൽ CEOയ്ക്ക് DGCA കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. 24 മണിക്കൂറിനകം മറുപടി നൽകണമെന്നും പ്രതിസന്ധിയിൽ CEOയ്ക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്ന നോട്ടീസിൽ പറയുന്നുണ്ട്. അതേസമയം ഇൻഡിഗോയിൽ പ്രതിസന്ധി തുടരുക തന്നെയാണ്. 500-ലധികം വിമാന സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത്. TVK അധ്യക്ഷൻ വിജയ് പങ്കെടുക്കുന്ന പൊതുയോഗം ഇന്ന് പുതുച്ചേരിയിൽ നടക്കുന്നുണ്ട്. ഉപ്പളം ഗ്രൗണ്ടിൽ നടക്കുന്ന പൊതുയോഗത്തിൽ 5000 പേർക്ക് മാത്രം പങ്കെടുക്കാനാണ് അനുമതി നൽകിയിട്ടുള്ളത്. QR കോഡ് പാസുകൾ വഴി മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ. പോലീസ് കർശന സുരക്ഷാ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 10-നും 12-നും ഇടയിൽ ഉപ്പളം എക്സ്പോ ഗ്രൗണ്ടിൽ നടക്കുന്ന സമ്മേളനത്തെ TVK അധ്യക്ഷൻ വിജയ് അഭിസംബോധന ചെയ്യും. റോഡ് ഷോയ്ക്ക് എന്തായാലും അനുമതി നൽകിയിട്ടില്ല. ശബരിമലയിൽ തീർത്ഥാടനത്തിനെത്തി അസുഖം കാരണം മരിക്കുന്നവർക്കായി ഈ സീസണിൽ ആരംഭിച്ച പിൽഗ്രിം റിലീഫ് ഫണ്ടിലൂടെ സമാഹരിച്ചത് 40 ലക്ഷത്തിലേറെ രൂപ. ശബരിമലയിൽ മല കയറുന്നതിനിടെ മരണപ്പെടുന്നവർക്ക് 2 ലക്ഷം രൂപ വീതം നൽകാനാണ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. ശബരിമലയിലെത്തി അസുഖം കാരണം മരിക്കുന്ന ഭക്തർക്കായി വിതരണം ചെയ്യുന്ന പിൽഗ്രിം റിലീഫ് ഫണ്ടിൽ ഈ വർഷം ഏകദേശം 40 ലക്ഷത്തോളം രൂപയാണ് എത്തിയിട്ടുള്ളത്.
ശബരിമലയിൽ വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യുന്ന ഓരോ തീർത്ഥാടകനിൽ നിന്നും നിർബന്ധമല്ലാതെ ഈടാക്കുന്ന 5 രൂപയും സംഭാവന എന്ന രീതിയിൽ താൽപ്പര്യമുള്ളവർ നൽകുന്ന സംഖ്യയും ഉൾപ്പെടെയാണ് 40 ലക്ഷത്തോളം രൂപ പിൽഗ്രിം റിലീഫ് ഫണ്ടിലൂടെ എത്തിയത്. ഈ മണ്ഡലകാലത്ത് 17ഓളം പേരാണ് ഹൃദയാഘാതം പോലുള്ള അസുഖങ്ങൾ കാരണം ശബരിമല സന്നിധാനത്തേക്കുള്ള യാത്രക്കിടെ മരിച്ചതെന്ന് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ OC ബിജു പറഞ്ഞു. സംഭാവനയായ 5 രൂപ നൽകാത്തവർക്കും ആനുകൂല്യത്തിന് അർഹതയുണ്ട്. വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യുന്നവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. സ്പോട്ട് ബുക്കിംഗ് എടുക്കുന്നവർക്ക് ഇത് ലഭിക്കില്ല. നിലയ്ക്കൽ മുതൽ ശബരിമല സന്നിധാനത്തിലേക്കുള്ള നിശ്ചിത വഴികളിലൂടെ നിയമാനുസൃതമായി വരുന്ന തീർത്ഥാടകർക്കെല്ലാം പരിരക്ഷ ലഭിക്കും. ഹൃദയാഘാതം, പക്ഷാഘാതം തുടങ്ങിയ സ്വാഭാവിക അസുഖങ്ങൾ കാരണമാണ് മരിച്ചതെന്ന് കാണിക്കുന്ന തീർത്ഥാടന പാതയിലെ ആശുപത്രിയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ്, അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ സഹിതമാണ് ആശ്രിതർ അപേക്ഷിക്കേണ്ടത്. ദേവസ്വം കമ്മീഷണർ ഉൾപ്പെടെ 4 പേരടങ്ങുന്ന സമിതി ഇത് പരിശോധിച്ച് സഹായം നൽകാൻ നടപടി സ്വീകരിക്കും. 2 ലക്ഷത്തോളം രൂപയാണ് ആശ്രിതർക്ക് നൽകാൻ തീരുമാനമായത്. അന്തിമ ഉത്തരവിറങ്ങുന്നതോടെ ഈ മണ്ഡലകാലത്ത് ശബരിമലയിൽ വെച്ച് മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് ഈ പരിരക്ഷ ലഭിക്കും. 2001 പുല്ലുമേട് ദുരന്തം നടന്ന പശ്ചാത്തലത്തിൽ തീർത്ഥാടകർക്കായി ഒരു ദുരിത സഹായ നിധി രൂപവൽക്കരിക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സഹായനിധി സ്വരൂപിച്ചത്. MM രാഗേഷ്, അമൃത ന്യൂസ്, സന്നിധാനം. 7ാമത് അമൃത ഇന്റർനാഷണൽ പബ്ലിക് ഹെൽത്ത് കോൺഫറൻസ് സമാപിച്ചു. മെറ്റബോളിക് ആരോഗ്യരംഗത്തെ പുതിയ വെല്ലുവിളികളും പ്രതിരോധ മാർഗങ്ങളും കോൺഫറൻസിൽ ചർച്ചയായി. അമൃത ആശുപത്രിയിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ, പബ്ലിക് ഹെൽത്ത്, എൻഡോക്രൈനോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി എന്നീ വിഭാഗങ്ങൾ ചേർന്നാണ് കോൺഫറൻസ് സംഘടിപ്പിച്ചത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ IPS കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായി നടന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിൽ മാതാമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. അമൃത ഹോസ്പിറ്റൽസ് ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രേം നായർ, അമൃത വിശ്വവിദ്യാപീഠം റിസർച്ച് ഡീൻ ഡോക്ടർ DM വാസുദേവൻ, അമൃത ആശുപത്രിയിലെ ഡോക്ടർമാരായ ഡോക്ടർ അശ്വതി S, ഡോക്ടർ KR തങ്കപ്പൻ, ഡോക്ടർ ശോഭ ജോർജ്, ഡോക്ടർ പ്രിയ നായർ, ഡോക്ടർ നിഷ ഭവാനി, ഡോക്ടർ ശ്രീലക്ഷ്മി മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. വീണ്ടും നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് പോവുകയാണ്. കാരണം ഇന്നത്തെ ദിവസം അത് വോട്ടെടുപ്പ് ദിവസമാണ്. അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കാണ് നമ്മൾ വീണ്ടും പോകുന്നത്. ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങളാണ് അറിയേണ്ടത്. ബോബൻ ചേരുകയാണ്. MC ബോബൻ ചേരുന്ന വിവരങ്ങളുമായി. ബോബൻ, ഇടുക്കിയിൽ എങ്ങനെയാണ്? മലയോര മേഖലയാണ്, ഒരുപാട് തദ്ദേശ പ്രശ്നങ്ങൾ, പ്രാദേശികമായ പ്രശ്നങ്ങളൊക്കെ ഉള്ള ജില്ലയാണ്. എങ്ങനെയാണ് അവിടെ വോട്ടെടുപ്പിൽ രാവിലെ വലിയ തിരക്ക് കാണുന്നുണ്ടോ? വിവരങ്ങൾ. ശ്രീജ, രാവിലെ തന്നെ ഇവിടെ വോട്ടെടുപ്പ് ഇടുക്കിയിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാര്യമായ പ്രശ്നങ്ങളില്ല. എങ്കിൽ പോലും വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ 13ാം വാർഡ് ബൂത്ത് 1-ൽ യന്ത്ര തകരാറുണ്ടായിരുന്നു. ഇത് പരിഹരിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. അതോടൊപ്പം തന്നെ വണ്ടിപ്പെരിയാർ തങ്കമലയിലും നെടുങ്കണ്ടം പഞ്ചായത്തിലെ 14ാം വാർഡ് തൂക്കുപാലം SNDP ഹാളിലും വോട്ടിംഗ് മെഷീന് തകരാറുണ്ടായിരുന്നു. ഇത് പരിഹരിച്ച് ഇപ്പോൾ വോട്ടിംഗ് സുഗമമായി നടക്കുന്നുണ്ട്. ജില്ലയിൽ പ്രധാനമായും ജില്ലാ പഞ്ചായത്തിലേക്ക് 17 ഡിവിഷനുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുപോലെ തന്നെ 2 നഗരസഭകൾ, 52 ഗ്രാമപഞ്ചായത്തുകൾ, 8 ബ്ലോക്ക് പഞ്ചായത്തുകൾ എന്നിങ്ങനെയാണ് ഇടുക്കി ജില്ലയിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. 52 ഗ്രാമപഞ്ചായത്തുകളിൽ കഴിഞ്ഞ തവണ 30 ഗ്രാമപഞ്ചായത്തുകളിൽ LDF ആയിരുന്നു ഭരണം. ജില്ലാ പഞ്ചായത്തും LDFന്റെ നിയന്ത്രണത്തിലാണ്. എന്നാൽ ബ്ലോക്ക് പഞ്ചായത്തിൽ LDFും UDFും തുല്യം 4-4 എന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണ ഇടുക്കിയിൽ നടക്കുന്നത്. 9,12,133 വോട്ടർമാരാണ് ഇന്ന് ഇടുക്കിയിൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി എത്തേണ്ടത്. ജില്ലയിൽ പ്രധാനമായും ഭൂപ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്. ഭൂനിയമ ഭേദഗതി, അതിന്റെ ഒരു രാഷ്ട്രീയ നേട്ടങ്ങൾ, അതിന്റെ വീഴ്ചകൾ എല്ലാം വളരെ സജീവമായി തന്നെ ചർച്ച ചെയ്തിരുന്നു. അതുപോലെ തന്നെ UDFന്റെ നിയന്ത്രണത്തിലാണ് പ്രധാനപ്പെട്ട 2 നഗരസഭകളും, തൊടുപുഴയും കട്ടപ്പനയും UDFന്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ കട്ടപ്പന നഗരസഭയിൽ വലിയ വിവാദമാണ് തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും കോൺഗ്രസിനുള്ളിലെ റിബൽ ശല്യം UDFനെ വല്ലാതെ വേട്ടയാടുന്ന ഒരു സാഹചര്യമുണ്ട്. 6 സ്ഥലങ്ങളിലാണ് ഇപ്പോൾ റിബലുകൾ കട്ടപ്പന നഗരസഭയിൽ കോൺഗ്രസിനുള്ളത്. അതുപോലെ തന്നെ കട്ടപ്പന നഗരസഭയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മുൻ MLA ആയ EM ആഗസ്തി ജനവിധി നേടുന്നു എന്നുള്ളതാണ്. മറ്റ് പ്രധാനപ്പെട്ട നേതാക്കന്മാരും UDFന്റെ ജില്ലാ ചെയർമാൻ ഉൾപ്പെടെയുള്ളവരാണ് കട്ടപ്പന നഗരസഭയിൽ UDFന് വേണ്ടി മത്സര രംഗത്തുള്ളത്. CPMന് വേണ്ടി CPM ജില്ലാ കമ്മിറ്റി അംഗം VR സജി ഉൾപ്പെടെയുള്ളവരും ജനവിധി നേടുന്നു. അതുകൊണ്ട് തന്നെ വാശിയേറിയ പോരാട്ടമാണ് ഇത്തവണ ഇടുക്കിയിൽ നടക്കുക.
ജില്ലയെ സംബന്ധിച്ച് UDF ഭൂരിപക്ഷമുള്ള ഒരു ജില്ലയാണ് ഇടുക്കിയെങ്കിൽ പോലും ജില്ലയിലെ 4 MLA-മാരും LDF-നാണ് എന്ന പ്രത്യേകതയുമുണ്ട്. കേരള കോൺഗ്രസ് എമ്മിന് ശക്തിയുള്ള പ്രദേശമാണ് ഇടുക്കി ജില്ല. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിനും തങ്ങളുടെ ശക്തി തെളിയിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ എന്തായാലും വാശിയേറിയ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. രാവിലെ തന്നെ മിക്കവാറും എല്ലാ പോളിംഗ് ബൂത്തുകളിലും പോളിംഗ് സുഗമമായി നടക്കുന്നുണ്ട്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല എങ്കിൽ പോലും തെളിഞ്ഞ കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ പോളിംഗ് നില കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. ശ്രീജ. ശരി, ബോബൻ പറഞ്ഞതുപോലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു സെമി ഫൈനൽ പോലെയാണ് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ മുന്നണികൾക്കൊക്കെ വലിയ വീറും വാശിയും ഒക്കെ തന്നെയുണ്ട്. ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വോട്ട് രേഖപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ അല്പം മുമ്പ് കണ്ടത്. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മടങ്ങുമെന്ന് പ്രതികരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണത്തിലേക്ക്. ഞാനിപ്പോൾ കേരളത്തിലെ എല്ലായിടത്തും പ്രചരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പോയിരുന്നു. ഇന്നലെ പാലക്കാടും മലപ്പുറത്തുമായിരുന്നു. കേരളത്തിൽ ആകമാനം ഒരു നല്ല മാറ്റമാണ് ദൃശ്യമായിട്ടുള്ളത്. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള നല്ല മാറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അതാണ് ജനങ്ങളുടെ പ്രതിഫലനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ല, നിലവിലുള്ള സർക്കാരിനോട് അപ്രീതി ജനങ്ങൾക്കുണ്ടെന്നുള്ള വ്യക്തമായിട്ടും. എന്തായാലും നമുക്ക് കോട്ടയത്തു നിന്നുള്ള വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. പ്രശാന്ത് ജോസഫ് ചേരുകയാണ്. പ്രശാന്ത്, ഈ കേരള കോൺഗ്രസ്സുകളുടെ മത്സരം കൊണ്ട് ശ്രദ്ധേയമാകുന്ന ജില്ലയാണ് കോട്ടയം എന്ന് പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിന് മുൻപാണ് കേരള കോൺഗ്രസ് എം LDF-ലേക്ക് പോയത്. അപ്പോൾ വോട്ടൊക്കെ മാറിയതും വിജയവും ഒക്കെ മാറിയതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത്തവണ വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ? പോളിംഗ് സ്റ്റേഷനുകളിൽ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ്? ശ്രീജ, കോട്ടയത്തും രാവിലെ 7 മണി മുതൽ തന്നെ എല്ലായിടങ്ങളിലും വോട്ടെടുപ്പ് ആരംഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരിടത്തും തന്നെ പരാതികളൊന്നും ഉയർന്നിട്ടില്ല. കൃത്യസമയത്ത് തന്നെ മോക്ക് പോൾ നടത്തുകയും 7 മണിക്ക് തന്നെ വോട്ടിംഗ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മിക്കയിടങ്ങളിലും രാവിലെ തന്നെ വോട്ടിങ്ങിന് വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രശാന്ത്, ഒന്ന് ഞാൻ ഇടപെടുകയാണ്. കാരണം ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം രാജീവ് ചന്ദ്രശേഖർ പ്രതികരിക്കുന്നു. ആ പ്രതികരണത്തിലേക്ക്. ഒരു അവസരമാണ്. അവരെ പ്രശ്നങ്ങളും അവരെ ഇഷ്യൂസ് എല്ലാം ചിന്തിച്ച് അവരുടെ ഭാവി കുറിച്ച് ആലോചിച്ച് ഒരു വോട്ട് കൊടുക്കാൻ ഒരു അവസരം. അപ്പോൾ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു, ഈ തെരഞ്ഞെടുപ്പ് ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. ഒന്ന് വന്ന് എല്ലാവരും ഇറങ്ങി ഒരു വോട്ട് കൊടുക്കണം. ഇത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിനും നമ്മുടെ നാടിനും വേണ്ടി ഒരു ഗുണം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അത് ഞാൻ 13-ാം തീയതി വൈകുന്നേരം ഞാൻ പറഞ്ഞു. വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നൊരിടമാണ്. കാരണം കഴിഞ്ഞ തവണ അവർ പ്രതിപക്ഷമായിരുന്നു. ഇത്തവണ കോർപ്പറേഷൻ പിടിക്കും എന്ന് ഉറച്ചു തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പാർട്ടി ഇറങ്ങിയിരിക്കുന്നത്. വലിയൊരാവേശം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ തെരഞ്ഞെടുപ്പ് വലിയൊരാവേശത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. പോളിംഗ് ബൂത്തുകളിലൊക്കെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ചില പോളിംഗ് ബൂത്തുകളിലൊക്കെ യന്ത്രത്തകരാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇതുവരെ പ്രശ്നങ്ങളൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. പ്രശാന്ത് ജോസഫ് നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രശാന്ത്, തുടരാം. കോട്ടയത്തെ വിവരങ്ങൾ. തീർച്ചയായും ശ്രീജ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ രാവിലെ 7 മണിക്ക് തന്നെ കോട്ടയം ജില്ലയിലെ മിക്ക ബൂത്തുകളിലും വോട്ടെടുപ്പ് ആരംഭിച്ചിരുന്നു. ഒരിടത്തും പരാതികളൊന്നും ഇതുവരെ ഉയർന്നിട്ടില്ല. വോട്ടിംഗ് താമസിക്കുന്നതായി ഒന്നും പരാതികൾ ഉയർന്നിട്ടില്ല. രാവിലെ മുതൽ തന്നെ നിരവധി ആളുകൾ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലായിടത്തും തന്നെ വോട്ടർമാരുടെ ക്യൂ ഉണ്ട്. എന്നാൽ വളരെ നീണ്ട ക്യൂ എന്നൊന്നും പറയാനില്ല. ഇന്ന് സ്വകാര്യ സ്ഥാപനങ്ങൾക്കടക്കം അവധി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആളുകൾക്ക് കൃത്യമായ ഇടവേളകളിൽ തിരക്ക് അനുസരിച്ച് എത്തി വോട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതിനാൽ വലിയ തിരക്കൊന്നുമില്ല. ശ്രീജ മുമ്പേ സൂചിപ്പിച്ചതുപോലെ കേരള കോൺഗ്രസുകൾ തമ്മിൽ ശക്തമായ ഒരു പോരാട്ടം നടക്കുന്ന ജില്ല കൂടിയാണ് കോട്ടയം. മലയോര മേഖല ഉൾപ്പെടെ കേരള കോൺഗ്രസുകൾക്ക് വലിയ വേരോട്ടമുള്ള ഒരു മണ്ണാണ് കോട്ടയത്തേത്. അപ്പോൾ ഇവിടെ UDF-ലുള്ള PJ ജോസഫ് നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസും LDF-ൽ ജോസ് കെ മാണി MP നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് എമ്മും തമ്മിലുള്ള പോരാട്ടം കൊണ്ട് തന്നെ കോട്ടയം വളരെ ശ്രദ്ധേയമാണ്. ഇവിടെ നിരവധി പഞ്ചായത്തുകളിൽ നിരവധി ഡിവിഷനുകളിൽ അടക്കം നേരിട്ടുള്ള പോരാട്ടം കേരള കോൺഗ്രസുകൾ തമ്മിൽ നടക്കുന്നുണ്ട്.
ഈ മുമ്പ് ശ്രീജ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് കേരള കോൺഗ്രസ് എം UDF വിട്ട് LDF-ലേക്ക് എത്തുന്നത്. ഇതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും വലിയ ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ കേരള കോൺഗ്രസ് എമ്മിന് കഴിഞ്ഞിരുന്നു. ഇത് ഇടതുപക്ഷത്തിന് വലിയ നേട്ടമുണ്ടാക്കുകയും ചെയ്തു. കോട്ടയം ജില്ലയിൽ UDF-ന്റെ കോട്ടയായിരുന്ന പല ഇടങ്ങളിലും LDF-ന് കടന്നു കയറാൻ കഴിഞ്ഞത് കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു പിന്തുണയോടെയാണ്. ഇത്തവണയും അത് ആവർത്തിക്കും എന്ന് തന്നെയാണ് ജോസ് കെ മാണി വിഭാഗം, അതായത് കേരള കോൺഗ്രസ് എം സൂചിപ്പിക്കുന്നത്. ഇത്തവണ ഇവർക്ക് കൂടുതൽ സീറ്റുകൾ ലഭിക്കുകയും ചെയ്തു. കഴിഞ്ഞ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് മുന്നണി പ്രവേശനം നടത്തിയതുകൊണ്ട് അവർക്ക് കാര്യമായി സീറ്റുകൾക്ക് വേണ്ടി വിലപേശലൊന്നും നടത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇത്തവണ വളരെ മുൻകൂട്ടി തന്നെ തങ്ങൾക്ക് മത്സരിക്കേണ്ട സീറ്റുകൾ അവർ കണ്ടുവയ്ക്കുകയും അത് കൃത്യമായി തന്നെ മുന്നണിയിൽ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവ നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവസാന നിമിഷം വരെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ അടക്കം ശക്തമായ ഒരു വാദം ഉയർത്തിക്കൊണ്ട് തലനാട് ഉൾപ്പെടെയുള്ള ഡിവിഷനുകളുടെ കാര്യത്തിൽ വലിയ ചർച്ചകൾ നടക്കുകയും ഏറ്റവും ഒടുവിൽ കൂടുതൽ ഡിവിഷനുകൾ കേരള കോൺഗ്രസ് എമ്മിന് ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അത്തരത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ കൂടുതൽ നേട്ടം ഇത്തവണ LDF-ന് ഉണ്ടാക്കി കൊടുക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നിലനിൽപ്പിന്റെ കൂടെ ഒരു വലിയ ആവശ്യമാണ്. അല്ലെങ്കിൽ അവരുടെ കരുത്ത് തെളിയിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർക്കത് ചെയ്യേണ്ടതുണ്ട്. കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇത്തവണ കടന്നു കയറാൻ കേരള കോൺഗ്രസ് എമ്മിന്റെ പിന്തുണയോടുകൂടി കഴിയുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇടതുമുന്നണി. ശരി പ്രശാന്ത്, എന്തായാലും 7 ജില്ലകളിലും വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. പ്രശ്നങ്ങളൊന്നും ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. നല്ല രീതിയിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലുമായി വോട്ടിംഗ് പുരോഗമിക്കുന്നു. ഇനി നമ്മൾ കായിക വാർത്തയിലേക്ക് പോവുകയാണ്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരം ഒഡീഷയിലെ കട്ടക്കിലാണ്. 5 T20 മത്സരങ്ങളാണുള്ളത്. എല്ലാ മത്സരങ്ങളും രാത്രി 7 മണി മുതലാണ് ആരംഭിക്കുക. പരിക്കേറ്റ ശുഭ്മാൻ ഗിൽ ടീമിൽ തിരിച്ചെത്തും. പരിക്ക് മൂലം 2 മാസത്തിലേറെയായി വിട്ടുനിന്ന ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയും തിരിച്ചെത്തും. അടുത്ത വർഷം നടക്കുന്ന T20 ലോകകപ്പിനുള്ള ഇന്ത്യയുടെ സെലക്ഷൻ ട്രയൽസ് ആണ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായി T20 പരമ്പരയും അടുത്ത മാസം നടക്കുന്ന ന്യൂസിലൻഡിനെതിരായി T20 പരമ്പരയും. ഫെബ്രുവരിയിൽ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായാണ് T20 ലോകകപ്പ് മത്സരങ്ങൾ നടക്കുക. ഇനി 2 മാസമാണ് T20 ലോകകപ്പിനുള്ളത്. ഇന്ത്യക്ക് മുന്നിലുള്ളത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും ന്യൂസിലൻഡിനെതിരെയുമുള്ള 2 പരമ്പരകളിലുമായി ആകെ 10 മത്സരങ്ങൾ. ഇപ്പോഴത്തെ ടീം ലിസ്റ്റ് നോക്കിയാൽ തന്നെ ലോകകപ്പിലെ ഘടന മനസ്സിലാകും. ശുഭ്മാൻ ഗില്ലിനെ വൈസ് ക്യാപ്റ്റനും ഓപ്പണറുമാക്കി ഉയർത്തിയതോടെ വരാനിരിക്കുന്ന പരമ്പരകളിലും ഓപ്പണർമാർക്ക് മാറ്റമുണ്ടാകില്ല. ഈ സാഹചര്യത്തിൽ ലോകകപ്പ് ടീമിലും അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലും തന്നെയാകും ഓപ്പണിംഗ് റോളിൽ ഇറങ്ങുക. അഭിഷേകിന്റെയോ അല്ലെങ്കിൽ അപ്രതീക്ഷിത പരിക്കോ മാത്രമാകും ഓപ്പണർ സ്ഥാനത്തേക്ക് സഞ്ജു സാംസണ് വഴി തുറക്കുക. അഭിഷേകിനോ ഗില്ലിനോ ലോകകപ്പിന് മുൻപ് പരിക്കേറ്റാൽ മാത്രമേ ഓപ്പണറായി യശസ്വി ജയ്സ്വാളിനെയും പരിഗണിക്കാനിടയുള്ളൂ. ലോകകപ്പ് ടീമിൽ സഞ്ജു ഉണ്ടെങ്കിൽ 3ാം ഓപ്പണർ ഉണ്ടാകാനിടയില്ല. 5ാം നമ്പറിലായിരിക്കും സഞ്ജുവിനെ പ്ലേയിങ് 11-ൽ അവസരം ലഭിച്ചാൽ ബാറ്റിംഗിന് അവസരമുണ്ടാവുക. സ്ഥാനമുറപ്പുള്ള മറ്റൊരു താരം തിലക് വർമ്മയാണ്. ഏഷ്യാകപ്പിലെ മികച്ച പ്രകടനത്തിന് പിന്നാലെ നിറം മങ്ങിയെങ്കിലും 4ാം നമ്പറിൽ നിലവിൽ തിലകിനപ്പുറം മറ്റൊരു താരത്തെ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് കണ്ടെത്തിയിട്ടില്ല. ലോകകപ്പ് ടീമിൽ സ്ഥാനമുറപ്പുള്ള മറ്റൊരു താരം ഓൾറൗണ്ടർ അക്സർ പട്ടേലാണ്. ഓൾറൗണ്ടറിൽ കോച്ച് ഗൗതം ഗംഭീറിനുള്ള പ്രത്യേക താൽപര്യം ടീമിലുള്ള വാഷിംഗ്ടൺ സുന്ദറിനോടാണ്. പേസ് നിരയിൽ അർഷദീപ് സിംഗ്, ജസ്പ്രീത് ബുംറയുമാകും ഇന്ത്യയുടെ തുരുപ്പുചീട്ട്. ഫിനിഷറായി ഹാർദിക് പാണ്ഡ്യ എത്തുന്നത് ഇന്ത്യക്ക് കരുത്തുകൂട്ടും. സാഹചര്യമനുസരിച്ച് പാണ്ഡ്യയുടെ ബാറ്റിംഗ് പൊസിഷനിൽ മാറ്റം വരാമെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ 6ാമനായാകും പാണ്ഡ്യ ക്രീസിലെത്തുക. ഹാർദിക് പാണ്ഡ്യയുടെ ബാക്കപ്പായിട്ടായിരിക്കും ശിവം ദുബെയും ടീമിലേക്ക് പരിഗണിക്കുക. ഹാർദിക്കും ശിവം ദുബെയും ഒരേ സമയം പ്ലേയിങ് 11-ൽ കളിക്കാനുള്ള സാധ്യത വിരളമാണെങ്കിലും സ്പിന്നർമാർക്കെതിരെ മികച്ച റെക്കോർഡുള്ളത് ശിവം ദുബെയ്ക്ക് അനുകൂല ഘടകമാണ്. നിതീഷ് കുമാർ റെഡ്ഡിയുമായിട്ടായിരിക്കും ശിവം ദുബെ ലോകകപ്പ് ടീമിലെത്താൻ മത്സരിക്കുക. സുന്ദറോ കുൽദീപോ എന്നതായിരിക്കും ഇന്ത്യൻ ടീം മാനേജ്മെന്റിന് മുന്നിലുള്ള പ്രധാന തലവേദന. ലോകകപ്പ് ടീമിൽ ഉറപ്പായ സ്ഥാനം കിട്ടുമെന്ന് കരുതുന്ന താരമാണ് ഇന്ത്യയുടെ മിസ്റ്ററി സ്പിന്നറായ വരുൺ ചക്രവർത്തി. ടീമിലെ 3ാം പേസറുടെ റോളിലാവും ഹർഷദീപ് റാണ T20 ലോകകപ്പ് ടീമിൽ ഇടം നേടുക. വാലറ്റത്തെ ബാറ്റിംഗ് മികവും ഹർഷദീപിന് ലോകകപ്പ് ടീമിൽ ഇടം സമ്മാനിക്കുമെന്നാണ് കരുതുന്നത്. ടീമിലെ 2ാം വിക്കറ്റ് കീപ്പറായ ജിതേഷ് ശർമ്മയും എത്തിയേക്കും. അതേസമയം മുഹമ്മദ് ഷമി, മുഹമ്മദ് സിറാജ്, യശസ്വി ജയ്സ്വാൾ, റിങ്കു സിംഗ്, KL രാഹുൽ, ഋഷഭ് പന്ത്, ധ്രുവ് ജുറൈൽ, സായ് സുദർശൻ എന്നിവർക്ക് ലോകകപ്പ് ടീമിൽ പ്രതീക്ഷ വേണ്ടെന്നാണ് സൂചനകൾ. സ്പോർട്സ് ഡെസ്ക്, അമൃത TV. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ അവസാനിക്കുന്നില്ല. അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ തുടരും. നമസ്കാരം.